വിശേഷണങ്ങളും അള്ളാഹുവിന്റെ രണ്ട് വിശേഷണങ്ങൾ ഒരു വലിയ മനുഷ്യനിൽ ഉണ്ടാകണം. എന്തെന്ന് പറഞ്ഞാൽ മഹാനവറുകൾ പറയുന്നത് ഗഫാറിയത്ത് സത്താറിയത്ത് വലിയിൽ ഉണ്ടാകണം. പുറത്തുകൊടുക്കുന്ന ഒരു വിശേഷണം, തിന്മകൾ മറച്ചു വെക്കുന്ന ഒരു വിശേഷണം അള്ളാഹുവിന്റെ വലിയാകുന്ന മനുഷ്യനിൽ ഉണ്ടാകണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ രണ്ട് വിശേഷണങ്ങൾ വലിയിൽ ഉണ്ടാകണം. ഷഫീഖും റഫീഖും ആയിരിക്കണം, കരുണ ഉള്ളവരും മയമുള്ള ആളായിരിക്കണം വലിയാകുന്നവൻ. മൂന്നാമത്തത് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ രണ്ട് വിശേഷണങ്ങൾ ഉണ്ടാകണം. സിദ്ദീഖും സാദിഖും ആയിരിക്കണം, സത്യം തുറന്നു പറയുന്ന ഒരു ഊർജവും ഉണ്ടാവുന്ന ആളായിരിക്കണം, സത്യത്തിന് പ്രചരണം നടത്തുന്ന ആളായിരിക്കണം. ആരെന്ത് പറഞ്ഞു അതൊക്കെ വിശ്വസിക്കുന്നതല്ല, സത്യം തുറന്നു പറയുന്ന ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. അതാണ് വലിയ എന്ന് പറഞ്ഞത്. ഇവരെന്ത് പറഞ്ഞു? എന്നാ ശരി, അതാണ്. അതല്ല ദീൻ. ഏറ്റവും വലിയ ദീൻ സത്യം തുറന്നു പറയുന്ന, ഹക്ക് തുറന്നു പറയുന്ന, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു ഇല്ലേ, പള്ളിക്കാർ ഇഷ്ടപ്പെടുന്നു ഇല്ലേ, കമ്മിറ്റിക്കാർ ഇഷ്ടപ്പെടുന്നു ഇല്ലേ, സമുദായം ഇഷ്ടപ്പെടുന്നു ഇല്ലേ, കുടുംബം ഇഷ്ടപ്പെടുന്നു ഇല്ലേ എന്നതല്ല. വലുത് സത്യം തുറന്നു പറയണം. ഏറ്റവും വലിയ ജിഹാദ് ഹബീബ് പറയുന്ന കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, ഹക്ക് തുറന്നു പറയുക എന്നതാണ് ഏറ്റവും വലിയ ജിഹാദ്. അപ്പൊ സത്യം പറയുന്നവരും സത്യത്തിനെ പ്രചരിപ്പിക്കുന്നവരാണ് അള്ളാഹുവിന്റെ മഹത്വം. പിന്നെ പറയുന്നത് സയ്യിദുനാ ഉമർ റളിയല്ലാഹുവിന്റെ രണ്ട് വിശേഷണങ്ങൾ ഉണ്ടാവണം. അംറു ബിൽ മഅറൂഫ് വനഹ്യി അനിൽ മുൻകർ ഉണ്ടായിരിക്കണം. നന്മയുടെ കൽപ്പിക്കും വേണം, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സ്വഭാവം അവർക്ക് ഉണ്ടാകണം. നന്മ കാണുമ്പോൾ നന്മയോട് സ്നേഹം ഉണ്ടായിരിക്കണം എന്നവരാണ്. തിന്മ കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരണം. അതിന്റെ ഉടമസ്ഥന്മാരാണ് ഔലിയാക്കൾ. പിന്നെ പറയുന്നത് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വിശേഷണം റാഹിബുൽ ലൈൽ, സഖിയുൻ നഹാർ, രാത്രി സമയത്ത് ഇബാദത്ത് ചെയ്യുന്ന ആളായിരിക്കണം. തഹജ്ജുദും അള്ളാഹുവിന്റെ ഓർമ്മയിൽ, അള്ളാഹുവിന്റെ ചിന്തയിൽ കഴിഞ്ഞു കൂടുന്ന ആളായിരിക്കണം വലി എന്ന് പറഞ്ഞാൽ. പകൽ സമയത്ത് ധർമ്മം ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം. ജനങ്ങൾക്ക് യാചിക്കുന്നവനല്ല വലി. പൈസ, ബിൽഡിംഗ് വേണം, വണ്ടി വേണം, വാഹനം വേണം, എനിക്ക് സൗകര്യങ്ങൾ വേണം എന്ന് ആവശ്യപ്പെടുന്ന ആളല്ല, മറിച്ച് അങ്ങോട്ട് കൊടുക്കുന്ന ആളായിരിക്കണം. ധർമ്മം ചെയ്യുന്ന സ്വഭാവം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ കറാമത്ത് കച്ചവടക്കാർ ഒരുപാട് ആൾക്കാരാണ്. ഇവിടെ ഒരു പുതിയൊരു കറാമത്ത്, ബഹുമാനമുള്ളവരെ, പൂവൻ കോഴി മുട്ടയിട്ട് എന്നാണ്. അതൊന്ന് ആദ്യം നിങ്ങൾ കേൾക്കുക, പിന്നെ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ശൈഖുനായുടെ കുടുംബത്തിൽപ്പെട്ട പ്രായമുള്ള ഒരു ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ദിവസം എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് പറഞ്ഞു മുട്ട വേണം. ഞാൻ പറഞ്ഞു, ഇവിടെ പൂവൻ കോഴിയേ ഉള്ളൂ, പെടക്കോഴിയില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ പൂവൻ കോഴിയേ ഉള്ളൂ, പെടക്കോഴിയില്ല, പിടിച്ചു മൂടിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ മോനെ അവിടുന്ന് പറഞ്ഞതല്ലേ എന്ന് മനസ്സിലാക്കി പിടിച്ചു മൂടി. അല്പം കഴിയുമ്പോൾ പൂവൻ കോഴി മുട്ടയിട്ടിരിക്കുന്നു. ഈ ഉമ്മ പറയുന്നു, എന്റെ വീട്ടിൽ കയറി വന്ന് പൂവൻ കോഴിനെ പിടിച്ച് മൂടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മൂടി. പക്ഷേ അത് മുട്ടയിടുകയാണ് ചെയ്തത്. മുട്ട പുഴുങ്ങിക്കൊടുത്തു. കൂടുതൽ വേവുന്നത് ഇഷ്ടമില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് കറാമത്ത്. ഇതൊരു കറാമത്തല്ല, ഒരുപാട് കറാമത്തുകളാണ്, കറാമത്തിൻ്റെ കൊട്ടകളാണ്. അപ്പോൾ ഈ മടവൂർ ഷെയ്ഖുന അവർക്ക് എവിടെ പോയാലും ഭക്ഷണം വേണം. അതാണ് ഇവിടെ പറയുന്നത്. ആ വീട്ടിലേക്ക് കയറിപ്പോയി മുട്ട വേണു എന്ന് പറഞ്ഞു, കഴിക്കാൻ മുട്ട വേണു എന്ന് പറഞ്ഞു. മുട്ടയില്ല, ഇവിടെ കോഴിയില്ല എന്ന് പറഞ്ഞു ആ വീട്ടുകാർ. അപ്പോഴാണ് ഇവിടെ പൂവൻ കോഴിയാണുള്ളത്, അതിനെ നിങ്ങൾ മൂടിയിട്ടോളൂ എന്ന് പറഞ്ഞ് പൂവൻ കോഴി മുട്ടയിട്ടു എന്നാണ്. അപ്പോൾ ഇത് CM മടവൂരിൻ്റെ കറാമത്താണോ അല്ല പൂവൻ കോഴിയുടെ കറാമത്താണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ
അദ്ദേഹത്തിന് കറാമത്ത്, ഇത് ചെറിയ കറാമത്താണ്. ബഹുമാനമുള്ളവരെ, CM മടവൂരിൻ്റെ കറാമത്തുകളും ബഹുമതികളും പറയുന്നവർ അതിനെ വിറ്റ് കാശുണ്ടാക്കാനാണ് അവർ ഇറങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ടാകാം, ഇല്ലാതെയും ഇരിക്കാം. എങ്കിലും നമസ്കരിക്കാത്ത അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് നിങ്ങൾക്ക് ആദ്യം കേൾപ്പിച്ചത്. നമസ്കരിക്കുന്നവരും ഇബാദത്തെടുക്കുന്നവരാണ് മൊത്തത്തിൽ ഔലിയാക്കന്മാർ. ഇതുപോലെ ഒരു മസ്താന് പോലെ നമസ്കരിക്കാൻ വേണ്ടി മാത്രം ഒഴിവാക്കുന്ന, നമസ്കാരം മാത്രം ഒഴിവാക്കുന്ന, അതുപോലെ നോമ്പ് പിടിക്കാത്ത രീതിയിലുള്ളവരാണോ ഔലിയാക്കന്മാർ? അല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഔലിയാക്കന്മാരല്ല. അവർക്കെന്തോ ഹാലിളകിയതോ അതല്ലെങ്കിൽ വട്ടായതോ എന്നാണ് പറയേണ്ടത്. അത്ര കാര്യങ്ങൾ വരുമ്പോൾ ഏത് മനുഷ്യന്മാർക്കാണെങ്കിലും ഇത്ര കാര്യങ്ങൾ ഉണ്ടാവുമെങ്കിൽ അവർക്ക് ഭക്ഷണം വേണം, എല്ലാം വേണം. അവർക്ക് വേണ്ടത് എന്താണ്? നമസ്കാരം മാത്രമാണ്. കറാമത്തിന് വേണ്ടി മക്കത്ത് നമസ്കരിച്ചു, മദീനത്ത് നമസ്കരിച്ചു, ഇങ്ങനെയെല്ലാം പറയാറുണ്ട്. ഇദ്ദേഹം ഈ മടവൂറുണ്ടല്ലോ, ചായ കുടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നോമ്പിൽ ചായ കുടിച്ചത് കണ്ടവരുണ്ട്. മറ്റുള്ളവരെ ചായ കൊടുത്ത് നോമ്പ് മുറിപ്പിച്ചതുമാണ്. ഇതുപോലെയുള്ള വിഷയങ്ങൾ, ഇതുപോലെയുള്ള കറാമത്തുകൾ, ഇതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളെ നമ്മുടെ ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരുപാട് കേട്ടതാണ്. അതുകൊണ്ട് കറാമത്ത്, ഔലിയാക്കന്മാർ എന്താണെന്ന് നിങ്ങൾ ആദ്യം കേട്ടല്ലോ, അതാണ് ഔലിയാക്കന്മാർ, അല്ലാതെ ഈ ഹാലിലുള്ളവരല്ല. പിന്നെയും നമ്മുടെ പാകര ഉസ്താദ് അദ്ദേഹത്തെ പറ്റി പറയാതെ നിർവാഹമില്ല. അദ്ദേഹത്തിന് ഒരുപാട് കറാമത്ത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഔലിയ എന്ന് അവിടെ പോയി സിയാറത്ത് ചെയ്യുന്നതും അത് ഔലിയ ആണെന്ന് പറഞ്ഞവർ സ്വീകരിച്ചതും ആയതുകൊണ്ട് ഇവർക്ക് കറാമത്ത് പറയാതെ നിർവാഹമില്ല. അതുപോലെ നമസ്കരിക്കാതിരിക്കുന്ന അവസ്ഥമേ ഉണ്ടായിട്ടില്ല എന്ന് പോലും പറയുന്നു. വേറൊരു ഭാഗത്ത് പറയുന്നത് നമസ്കരിക്കാൻ ഉണ്ടായിരുന്നില്ല, കുളിക്ക് പോലും ഉണ്ടായിരുന്നില്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു നോമ്പിൽ. ഇതാണ് അദ്ദേഹം പറയുന്നത്. ബഹുമാനപ്പെട്ട പാകൽ ഉസ്താദ് പറയുന്നത് കേട്ടോളൂ ഇൻഷാ അല്ലാഹ്. ഔലിയാക്കൾ നിസ്കരിക്കാത്തൊരു, ബോധമുണ്ടായിട്ട് നിസ്കരിക്കാത്ത ഒരു വലിയ അള്ളാഹുവിന് ഉണ്ടാവുകയില്ല. അങ്ങനെയാണ്. ബോധമുണ്ട് എന്നിട്ട് നിസ്കരിക്കുന്നില്ല, അങ്ങനത്തെ ഒരു വലിയ ഉണ്ടാവൂല. നിസ്കാരം നിർബന്ധമില്ല എന്ന് പറഞ്ഞ വലിയ ഉണ്ടാവില്ല, ഓൻ കാഫറേ ആവും. നിസ്കാരം നിർബന്ധമില്ല എന്ന് ആര് പറഞ്ഞോ, ആരതിനു വേണ്ടി പ്രസംഗിച്ചോ, അവനും കാഫറാണ്. നിർബന്ധമില്ല എന്ന് പറഞ്ഞ കാഫറാണ്. വലിയാണോ സംശയിക്കണ്ട, കാഫറാണ്. എനിക്ക് തക്ലീഫുകളൊന്നും ഇല്ല, എനിക്ക് നിസ്കാരങ്ങളും നിബന്ധനകളും ഒന്നുമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഫൈസൽ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു, അവൻ ഖത്ലുഹു അഫ്ളലു മിൻ ഖത്ലി മിഅത്തി കാഫിർ. ഇസ്ലാം ഭരണകൂടമുള്ള സ്ഥലമാണെങ്കിൽ അവനെ കൊന്നുകളയേണ്ടതാണ്. നോക്കി, ഇസ്ലാം എന്ന് പുറത്താണ്. CM വലുതാനെ പറ്റി എന്തൊക്കെയാണോ ഓരോരുത്തർ പറയലല്ല. ബഹുമാനമുള്ളവരെ, ആദ്യം പോയി ആ വീട്ടിൽ മുട്ട ചോദിച്ചു, അത് ഹാഫ് ബോയിലായി ഉണ്ടാക്കി കഴിച്ചു. ഇതുപോലെയുള്ള വയർ നിറക്കുന്ന കാര്യത്തിന് ഒരു കറാമത്തുമില്ല, വയർ നിറക്കാതിരിക്കുകയോ അതുമില്ല. നമസ്കരിക്കാർ മാത്രം ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് കറാമത്തുകളെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ, സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ കറാമത്ത് എന്ന് പറയുന്ന ഈ CM മടവൂരിൻ്റെ കറാമത്ത് പറഞ്ഞ് തന്നെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നു. ജീവിക്കാൻ വേണ്ടി മാത്രം ഇവർ കറാമത്ത് പറയുന്നതാണ്. അതുകൊണ്ട് ഒരാളെ നിങ്ങൾക്കറിയാമല്ലോ, CM മീഡിയ എന്ന് പറഞ്ഞ്, മടവൂർ കാഫില എന്ന് പറഞ്ഞ് 2 ചാനലിൻ്റെ ഒരു ഉടമ, അദ്ദേഹം എത്രയാണ് കറാമത്ത് കണ്ടവരെ, CM മടവൂരിൻ്റെ കറാമത്ത് കണ്ടവരെ, CM വലിയനെ കണ്ടവരുണ്ടോ എന്ന് കയറി ഇറങ്ങുന്നത് എല്ലാ ആൾക്കാരുടെ വീട്ടിലേക്കും കയറി ഇറങ്ങി ഒരുപാട് കാശുണ്ടാക്കി. അദ്ദേഹത്തിന് പോലും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ, അത്രയും തടി
കൂടിയതും പോയടത്തെല്ലാം കഴിച്ചും അവിടുന്ന് കഴിവിൻ്റെ പരമാവധി കൈപറ്റിയും അദ്ദേഹം ചെയ്ത ഒരുപാട് ആസ്തികളാണ്, ഒരുപാട് വീടും കാറും എല്ലാമാണ്. അതുപോലെ അടുത്ത വീഡിയോയിൽ ഇനി ഒരു 2 വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാം, അദ്ദേഹം ഒരു ലൈറ്റിന് വേണ്ടി അദ്ദേഹം കെഞ്ചുന്നത്. ഗൾഫിലുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ലൈറ്റ്, ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ലൈറ്റ് വേണമെന്ന്, നല്ല വിലപിടിപ്പുള്ള ലൈറ്റ് തരണമെന്ന് അദ്ദേഹം കെഞ്ചുന്ന വീഡിയോ, അതുപോലെയുള്ള ആ വോയിസുകൾ നിങ്ങൾക്ക് കേൾക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലാണെങ്കിലും കേൾപ്പിക്കാൻ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.